ഏതായാലും റീ എൻട്രി ഒക്കെ കഴിഞ്ഞിട്ട് അവർ വന്ന് തിരിച്ചു പോയിട്ട് ഒരു ദിവസം ഇവർക്ക് വേണ്ടി കൊടുത്തത് എന്തുകൊണ്ടും നന്നായി. വീണ്ടും ബിഗ് ബോസ് ഹൗസിലെ ലൈവില് കളിയും ചിരിയും തമാശകളും ഒക്കെ നിറയുകയാണ്. ഷാനവാസും അനീഷും ഓൾറെഡി തന്നെ ചെറിയ ചെറിയ തമാശകളൊക്കെ തുടങ്ങിയിരുന്നു. നെവിനും അനുമോളും തമ്മിലും ചെറിയ ചെറിയ തമാശകളൊക്കെ തുടങ്ങിയിരുന്നു. നൂറേനെയും അക്ബറിനെയും കാണുന്നില്ല. മേ ബി അക്ബർ സ്റ്റിൽ ഈ ഒരു എന്തവസ്ഥയായിരിക്കും എന്ന ഒരു രീതിയിലുള്ള ചർച്ചകളിലായിരിക്കും. നൂറയുടെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ആദില ഇല്ലാത്ത കുറച്ച് ദിവസങ്ങളാണ്. ഇപ്പം മറ്റേ സരികയും ഷൈത്തയും ബിൻസിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നൂറയ്ക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ പോയപ്പോഴത്തേക്കും നൂറ ശരിക്കും പറഞ്ഞാൽ അക്ബറിന്റെ അടുത്ത് മാത്രമായി എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇപ്പോ ഷാനവാസ് നല്ല യമണ്ടൻ കോമഡികളൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ഇപ്പോഴാണ് വൈബായത്. അപ്പൊ അനീഷ്, ഷാനവാസ്, അനുമോൾ ഇവരുടെ 3 പേരുടെ ഇടയിൽ നടന്ന ഒന്നിത്തിരി മുന കൊണ്ടുള്ള ഒരിത്തിരി കോമഡികളും പിന്നെ കുറച്ച് തമാശകളും നമുക്കിപ്പോൾ ലൈവിൽ കണ്ട് അതിന്റെ വിശേഷങ്ങൾ കേൾക്കാം. സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അനുമോള് നെവിനുമായിട്ട് കുറെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഷാനവാസും അനീഷും കയറി വരുന്നത്. അനീഷ് ആദ്യം ഒരു 3 കൈ അകലത്തിലെങ്കിലും ബാക്കിലാണ് ഇരിക്കുന്നത്. അത്ര വന്ന് ഈസി ആയിട്ട് മിങ്കിൾ ചെയ്യാൻ അനീഷിന് കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഷാനവാസ് വന്നിട്ട് അനുവിന്റെ ഫ്രണ്ടിലായിട്ട് വന്നിരുന്ന് നെവിനുമായിട്ട് തമാശയൊക്കെ പറഞ്ഞ് പിന്നെ അനുവും ഒക്കെ അതിനകത്ത് കൂടി അവർ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഇവിടെ അനുമോള് പറയുന്നുണ്ട്. അനുമോൾ ഓൾവേസ് ആ ഒരു ഓർമ്മയിൽ നിന്നൊന്നും വിട്ടുമാറിയിട്ടില്ല. കംപ്ലീറ്റ്ലി പുറത്തെ കാര്യം അറിയാത്തത് കൊണ്ട് എത്ര എഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അനുമോൾക്ക് അറിയില്ല. ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളാണ്. അത് വന്നിട്ട് അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലക്ഷ്മി കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അനുമോൾ വിചാരിക്കുന്നത് അനുമോൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അനുമോൾ ഒരു സ്റ്റാർ ആയി, ആ ഒരു ഫീൽ അനുമോൾക്കുണ്ട്. പക്ഷെ എന്തൊക്കെയോ മറ്റുള്ളവർക്ക് കുറെ പ്രോബ്ലംസ് വന്നു, അനുമോൾ കാരണമാണ് എന്നൊക്കെയാണ്. പക്ഷെ അനുമോൾ അനുഭവിച്ച കാര്യങ്ങൾ അനുമോൾക്ക് ഒരുപാട് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അനുമോള് ഷാനവാസിന്റെ അടുത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്, വേറെ ആർക്കും ഇവിടെ എനിക്ക് സംഭവിച്ച കണക്ക് ഒരവസ്ഥ ഉണ്ടാവരുത്, എനിക്ക് വന്ന കണക്ക് ഒരവസ്ഥ ഉണ്ടാവരുത് എന്നിങ്ങനെ അനുമോള് ഷാനവാസിനോട് പറയാണ്. അപ്പൊ ഷാനവാസ് അതൊരു ഭയങ്കര ഒരു ഡയലോഗാണ് കേട്ടോ. ഇവിടെ വന്നോരൊക്കെ പറഞ്ഞത് അനു വഴി അവർക്കുണ്ടായ അവസ്ഥകളൊന്നും വേറെ ആർക്കും ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് അത് ആവർത്തിച്ച് പറഞ്ഞിട്ട് ഷാനവാസ് ഇത് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ഈ കോൺവെർസേഷൻസ് ഒരു 3 കൈ അകലത്തിൽ അനീഷ് ഇരുന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഷാനവാസിന്റെ ഈ ഒരു കോമഡി അനുമോളും അത് ചിരിക്കുന്നുണ്ട്, അനുമോളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് അവർക്കെല്ലാവർക്കും അനുമോളിന് കാരണം പണി കിട്ടി, അവരെല്ലാവരും കാരണം അനുമോൾക്ക് പണി കിട്ടി. ഇതൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്ത് തമാശയാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങുമ്പോഴേ ഇതിന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഫാക്ടർ മനസ്സിലാവത്തോളം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവിടെ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ ഹോപ്പ് തോന്നിയ 2 വ്യക്തികൾ അനീഷും ഷാനവാസുമാണ്. ഇവർ രണ്ടുപേരും ഈ വിഷയത്തിൽ കൂടുതൽ ചെളിവാരി എറിയാനോ പറഞ്ഞു മെഴുകാനോ ഒന്നിനും നിൽക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. ഈവൻ ഷാനവാസിന് എതിരെ വലിയൊരു ആരോപണവും അലിഗേഷനും ചീത്തപ്പേരും ഒക്കെ ഉണ്ടായിരുന്നു. ബിൻസിക്കും അപ്പാനിക്കുമായിരുന്നു. ബിൻസി ഷാനവാസിനെ ശരിക്കും പറഞ്ഞിരുന്നു. പക്ഷേ ഷാനവാസ് അത് ന്യായീകരിക്കാനോ മാറ്റി പറയാനോ അത് കോംപ്രമൈസ് ചെയ്യാനോ ഒന്നിനും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് ഈസി ആയിട്ട് അതിനകത്ത് റിക്കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അനീഷ് വന്നിട്ട് ഇവരുടെ ഈ ഒരു സംസാരത്തിന്റെ ഇടയിൽ വേറൊരു തമാശ എന്ന് പറയുന്നത്, നെവിന്റെ പേര് മാറ്റുന്ന കാര്യമൊക്കെ തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അനുമോൾ എന്താ പറയുന്നുണ്ട്, അത് ശരിയല്ല, നമുക്ക് ജനിച്ചപ്പോഴേ കിട്ടിയ പേരല്ലേ, അത് മാറ്റണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം അനുമോൾ ഒരു കാര്യം പറഞ്ഞു, എങ്ങാനും മാറ്റാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ കുറച്ച് പേരൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, മിലി, അഭിരാമി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ മിലി എന്നുള്ള പേര് അനുമോൾ പറയുമ്പോഴത്തേക്കും മിലി സിനിമയിലെ പാട്ടൊക്കെ വെച്ചിട്ട് അനീഷ് അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അനീഷിനെ നോക്കി കുറെ അധികം തമാശകളൊക്കെ പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അനീഷ് ഷാനവാസ് കോംബോ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഇതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്, കുറച്ചുകൂടെ ജെന്യുവിൻ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം ഈ ഒരു നിമിഷം ഇവരാരും ഗെയിം അല്ല ചിന്തിക്കുന്നത്. ആ ഒരു ഗ്രാൻഡ് ഫിനാലെ എങ്ങനെയായിരിക്കും, ഡ്രസ്സ് എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. ഗെയിം ഇല്ലാത്ത ഇവരുടെ ഒരു സ്വഭാവം ഇപ്പം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആശങ്കകളൊക്കെ ഉണ്ട്, അതൊക്കെ ജെന്യുവിൻ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് എല്ലാവരിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അതിനുശേഷം അനീഷ് പോയിട്ട് എന്തോ കേക്ക് എങ്ങാണ്ട് ഒരു ബൗളിൽ സ്പൂണിലായിട്ട് എടുത്തോണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അത് അനുമോൾക്ക് കൊടുക്കുന്നുണ്ട്. സ്നേഹത്തോടെ തന്നെ അത് ഷാനവാസിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഷാനവാസ് ഉണ്ടെ വായിൽ വെച്ച് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അനുമോളും അപ്പം അത് അങ്ങനെ തരണം എന്ന് പറഞ്ഞിട്ട് അനുമോൾക്കും അങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനിയും അനീഷിനെ കുറിച്ച് ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ശരിക്കും അനീഷിനെ ഈ അനുമോളുടെ വിഷയത്തിൽ കുറ്റം പറയേണ്ട എന്നൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ എഗെയിൻ പറയാണ്, ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞതാണ്,
അനീഷ് എല്ലാവരുടെ ഇങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. ഒരു ഇത്തിരി സ്നേഹം കൂടുതലായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോസൽ സീനിലേക്ക് എത്തിക്കാൻ ശരിക്കും പറഞ്ഞാൽ അനീഷിന് അനുമോൾക്ക് തന്നോട് പ്രണയമുണ്ട് എന്ന തോന്നൽ സ്ട്രോങ് ആയിട്ട് അനീഷിന് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന അനീഷ് അത് അങ്ങനെയല്ല എന്ന് കേട്ടു, അതിന് ദേഷ്യം തോന്നിയിരുന്നു. മോഹൻലാൽ വന്ന എപ്പിസോഡിൽ അത് അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ റിജക്ഷൻ എന്താ അക്സെപ്റ്റ് ചെയ്യാത്ത, എന്താ ദേഷ്യപ്പെട്ടു പോയത്, ബഹുമാനിക്കൂ, ആ ഒരു മറുപടി ബഹുമാനിക്കൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എങ്ങനെ ബിഹേവ് ചെയ്യണം, അപ്പം അനീഷിന് എങ്ങനെ ഇതിനകത്ത് ഇടപെടാൻ പറ്റും, പുറത്തെ കാര്യങ്ങൾ അറിയില്ല. അനീഷ് എല്ലാ വിഷയത്തിലും ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അനീഷിൻ്റെതല്ലാത്ത എല്ലാ വിഷയത്തിലും അനീഷ് എടുത്തിട്ടുള്ളത് നിലപാട് സെയിം ആണ്. പിന്നെ അനീഷ് അല്ലാതെ എന്ത് വേണം എന്ന് എല്ലാവരും പറയും. അതായത് അനുമോളെ ഇത്രയും പേര് അറ്റാക്ക് ചെയ്യുന്നു, അപ്പൊ അനീഷ് ഇടയ്ക്ക് കയറി എന്ത് സംസാരിക്കാനാണ്? ഈ വന്നവരടുത്ത് അനീഷ് അനുമോളെ കുറിച്ച് എന്ത് പറയാനാണ്? ഈ വിഷയത്തില് മുൻപും അനീഷിന് ബന്ധമില്ലല്ലോ, അപ്പൊ പിന്നെ അനീഷിന് അതിനകത്ത് എന്ത് കോംപ്രമൈസ് ടോക്കിലേക്ക് കൊണ്ടുവരാനാണ്? പിന്നെ ഓൾറെഡി അനീഷിന് അറിയാം ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ക്യാമറകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സംസാരം അത് അവര് തീർത്തോട്ടെ, പുറത്തിറങ്ങിയതിനു ശേഷം എന്തെങ്കിലും ആവട്ടെ. ആ ഒരു ഇവരാരും തന്നെ ഇപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ആദില ഉൾപ്പെടെ, ഇന്നലത്തെ ദിവസത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ എവിക്ഷന് മുൻപ് ആദില ഉൾപ്പെടെ ഇവർക്ക് ആർക്കും തന്നെ ഇവര് വരുമ്പോ അറിയില്ല, പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഇവര് അകത്തോട്ട് വരുമ്പോ എല്ലാവർക്കും ഒരു ത്വരയുണ്ട്. എസ്പെഷ്യലി ആ ത്വര കുറച്ച് കൂടുതലുള്ളായിരുന്നത് ആദിലയ്ക്കായിരുന്നു. ആദിലയ്ക്ക് അറിയാനുള്ള വ്യഗ്രത കൂടുതലായിരുന്നു. ഒരു ഇത്തിരി കുസൃതിയും ആ ഒരു ഇത്തിരി കുരുത്തക്കേടും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ആദിലയുടേത്. ആദില എല്ലാം കൂടെ കേട്ട് വെച്ചപ്പോഴത്തേക്കും അയ്യോ പുറത്ത് നമ്മൾ ഭയങ്കര നെഗറ്റീവ് ആണോ എന്ന ഒരു ഫീൽ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കും, അതായത് ശൈത്യയാണ് ഒരു തരത്തിൽ പറഞ്ഞ അനുമോളെ ചതിച്ചത് എന്ന് പറഞ്ഞ് ശൈത്യക്കാണ് അവിടെ ഈ പറയുന്ന കട്ടപ്പ പേരൊക്കെ വന്നത്, അവിടെ ശൈത്യക്കാണ്. പക്ഷെ അടുത്തത് നീ ആയിരിക്കും എന്ന് വരെ ശൈത്യ ഈ പറയുന്ന ആദിലയെടുത്തും നൂറയെടുത്തും ഒക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ആദിലയ്ക്ക് എന്താണ് തോന്നാൻ? സ്വാഭാവികമായിട്ടും അതൊക്കെ തന്നെയാണ് ആദിലയ്ക്ക് തോന്നിയത്. അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ ഓൾറെഡി ഈ പറയുന്ന അനുമോളുടെയും നൂറയുടെയും ആദിലയുടെയും വിഷയത്തിൽ റീ എൻട്രി വരുന്നതിന് മുന്നേ അനീഷ് ഒരു കോംപ്രമൈസിങ് ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അനീഷ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഈ പറയുന്ന അനുമോളുടെ പക്ഷത്തും നിന്നിട്ടില്ല, ആദിലയുടെയും നൂറയുടെയും പക്ഷവും പറഞ്ഞിട്ടില്ല. കാരണം എന്തെന്നറിയോ? ഒരു വ്യക്തി ഒരു വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാതെ, രണ്ട് പേഴ്സ്പെക്റ്റീവും പൂർണ്ണമായിട്ടും കേൾക്കാതെ പക്ഷം പറയാനോ കോംപ്രമൈസ് ടോക്കിന് പോകാനോ പറ്റില്ല. പക്ഷെ അവരുടെ ഇടയിൽ ആ ഒരു അവസാന ദിവസം അവരുടെ ആ ഒരു ഹാപ്പിനെസ്സോ അവരുടെ ഒന്നിച്ചുള്ള ചിരികളും കളികളും ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് അന്ന് ആ ഒരു കോംപ്രമൈസ് ടോക്കിന് പോയത്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അനീഷിന് എനിക്ക് തോന്നുന്നില്ല അനീഷ് ഇപ്പോൾ ഇത്രയും പേര് വന്നപ്പോൾ അനുമോളെ പ്രൊട്ടക്ട് ചെയ്യണമായിരുന്നു, സപ്പോർട്ട് ചെയ്യണമായിരുന്നു, അപ്പോൾ പ്രണയം എവിടെ പോയി എന്ന് ചോദിക്കുന്നത് ഒരു ലോജിക്ക് ഇല്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇന്നിപ്പോ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തനിക്ക് പിണക്കമില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് അനുമോളുടെ മുന്നിൽ കാണിക്കുന്നുണ്ട്. ഈ അവസാന നിമിഷത്ത് ഇവരൊന്നും തന്നെ വോട്ട് അവർക്ക് ഓക്കെ, തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് തൻ്റെ വോട്ട് കിട്ടും. പിന്നെ അനീഷിനൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, വന്ന എല്ലാവർക്കും അനീഷിനെ ഇഷ്ടമാണ്. ഈവൻ നമ്മുടെ ജിസേൽ പറയുന്നുണ്ട്, ജിസേലിനൊരു സിസ്റ്റർ ഉണ്ടായിരുന്നുവെങ്കിൽ അനീഷിനെ കൊണ്ട് കെട്ടിക്കും എന്നൊക്കെ പറയുന്നു. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് ജിസേലൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കും അനീഷിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ അത് അനീഷ് എന്തിനാണ് ചുമ്മാ കളഞ്ഞു കുളിക്കുന്നത്? അനീഷ് അങ്ങനെ തന്നെ പോട്ടെ. അനീഷും ഷാനവാസും തമ്മിലുള്ള സൗഹൃദം അവർക്ക് അത് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എല്ലാവരും പുറത്തുനിന്ന് വന്നവരൊക്കെ അത് അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാ പിന്നെ ബെസ്റ്റ് ആയിട്ടിരിക്കുന്നതല്ലേ നല്ലത്. ചുമ്മാ പോയി തല വെച്ച് കൊടുക്കേണ്ട കാര്യം അനീഷിനില്ലല്ലോ. അതൊരു ബുദ്ധിയുള്ള ബോധമുള്ള ഏതൊരു മനുഷ്യനും ചെയ്യുന്ന കാര്യമേ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അവരുടെ ഇടയിൽ വീണ്ടും തമാശകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റേ അപ്പാനി കൊണ്ടുവന്ന പുലികളിയുടെ ആ ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് അനുമോള് വീണ്ടും ഫണ്ണാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ലൈവിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള എല്ലാവരുമായിട്ടും നമുക്കൊരു അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ലാസ്റ്റ് വരെ വന്നപ്പോഴത്തേക്കും ഈ ഓരോ ദിവസവും നമ്മളും ഈ പറയുന്ന ഓരോ ആൾക്കാരുടെ അടുത്തും ആ ഒരു ഇഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നെവിൻ വന്നിട്ട് അവിടെ ആ ഒരു മറ്റേ നമ്മുടെ എന്താണ് പണിപ്പുര അതിൻ്റെ അടുത്തുള്ള ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ഇനി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്, എൻ്റെ ഡ്രസ്സിൻ്റെ അളവൊക്കെ എടുത്തിട്ട് പോയതല്ലേ, ഞാൻ അതും കാത്തിരിക്കുകയാണ്, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ കുറച്ച് ഫണ്ണായിട്ടൊക്കെ കുറെ ഡ്രാമയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് ചില്ലായിട്ട് ഹാപ്പി ആയിട്ട് നല്ല കൂളായിട്ടൊക്കെ ഇരിക്കുകയാണ്. എന്തൊരു സന്തോഷമുള്ള വീട്, ഇതൊന്നും ആയിരുന്നില്ലല്ലോ 2 ദിവസം. അപ്പോൾ ഏതായാലും ശരി, ഇനി അടുത്ത ലൈവ് കുറച്ച് നേരത്തേക്ക് കാണത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും വിശേഷങ്ങൾ കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ വന്ന് പറയാം. അപ്പോൾ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.